ഹായ്. അപ്പോൾ ദേ നമുക്കിന്ന് ഈ പെൻഡൻ്റ് ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഈ പെൻഡൻ്റ് വെച്ചിട്ടൊരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെൻഡൻ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു OHP ഷീറ്റിൻ്റെ ചെറിയൊരു പീസാണ്. അതിലേക്ക് B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ആണ്. അതൊരു 9 എണ്ണം നമുക്ക് വേണം. എന്നിട്ട് അത് ഒട്ടിച്ചിട്ട് ഒന്ന് പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. വല്ല എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കത്രികയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഒന്ന് ആ സ്ക്വയർ ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാതിരി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം കേട്ടോ, അതായിരിക്കും ഏറ്റവും നന്നാവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 24 hours അങ്ങനെ വിട്ടാൽ മതി. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ എൻഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, OHP ഷീറ്റ് കാണാത്ത രീതിക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയറിൻ്റെ ഒരു ചെറിയ പോർഷനാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ റെഡ് കളർ ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ബീഡ്സ് നമുക്ക് റെഡിമെയ്ഡായിട്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഗിയർ വയർ ഒന്ന് പിരിച്ചു കൊടുത്ത് അതിലേക്ക് വൈറ്റ് കളർ ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദേ ഇങ്ങനൊരു ഇത് കിട്ടും. പിന്നെ നമുക്കത് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കണം. നമ്മളങ്ങനെ മൊത്തം 7 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഈ ഒരു പെൻഡൻറ്റിൻ്റെ ബാക്കിലേക്ക് ഈ കാണുന്ന മാതിരി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതേ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം നമുക്ക്. ഈ ഗ്ലൂ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ്. അത് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് വലിച്ചാൽ മാത്രമേ ഇളകി വരുള്ളൂ. അല്ലാതെ നോർമലായിട്ടൊന്നും ഇതായി കഴിഞ്ഞാൽ ഇളകി വരില്ല. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. പിന്നെ നമുക്ക് ആ പെൻഡൻറ്റ് ചെയിനായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നിങ്ങളുടെ കയ്യിൽ ഐപ്പിൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഹെഡ് പിന്നിൻ്റെ ആ പോർഷൻ കട്ട് ചെയ്തിട്ട് അതൊന്ന് ബെൻഡ് ചെയ്ത് ഐപ്പിൻ മാതിരി ആക്കി എടുത്തിട്ട് അതാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ദേ ഇങ്ങനെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഒട്ടിക്കണേ. അപ്പോൾ അതേ നമ്മുടെ പെൻഡൻറ്റിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ ബാക്കിലുള്ള ആ കമ്പികളൊന്നും നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ക്ലോത്തൊക്കെ നമ്മൾ ഈ തുണിയൊക്കെ വാങ്ങില്ലേ ടെക്സ്റ്റൈൽസിൽ നിന്ന്, അപ്പോൾ നമുക്കൊരു കവർ കിട്ടും. ആ കവറിൻ്റെ ഒരു ചെറിയ പീസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാക്സ് സ്ട്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പെൻഡൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുമാതിരി കമൻറ്റും ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.